ഇത് മാസ് മോട്ടോഴ്സിന്നാണ്. ഹോണ്ട യൂണിക്കോൺ വണ്ടി നമ്മൾ വർക്കിന് കയറ്റിയിട്ടുണ്ട്. ജനറൽ സർവീസ് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ എഞ്ചിൻ ഓയിൽ മാറ്റാം, വാട്ടർ സർവീസ് ചെയ്യാം. വൈസറിൻ്റെ സൈഡിൽ നിന്ന് ചെറിയ വൈബ്രേഷൻ സൗണ്ട് കാണിക്കുന്നുണ്ട്. പിന്നെ അതേപോലെ ഫ്രണ്ട് ബ്രേക്ക് പിടിക്കുമ്പോൾ ജാമായി നിൽക്കുക, ടൈറ്റായിട്ട് ഫ്രണ്ട് സ്റ്റക്കായി നിൽക്കണ പോലെ വണ്ടി ആ കണ്ടീഷൻ നിൽക്കുന്നുണ്ട്. കാർബറേറ്റർ ക്ലീൻ ചെയ്യണേഴ്സ് പറഞ്ഞിട്ടുണ്ട്, കാരണം മിസ്സിങ്ങിൻ്റെ കംപ്ലയിൻ്റ് ഉണ്ട്. പിന്നെ ലെഫ്റ്റ് സൈഡ് മിറർ കാരണം പിടിപ്പിക്കണേഴ്സ് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ 1-2 വർക്കുകളാണ് മെയിനായിട്ട് പറഞ്ഞേക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചു നോക്കി വർക്കിന് കയറ്റിയിട്ടുണ്ട്. അതിൻ്റെ ഇൻഡിക്കേറ്ററിൻ്റെ ഭാഗമൊക്കെ നമ്മൾ ചെയ്യുക. ബാക്ക് ഇൻഡിക്കേറ്ററൊന്നും വർക്കിംഗ് അല്ല, തന്നെയല്ലാതെ മൊത്തം തുരുമ്പിട്ട് പോയേക്കുന്ന സിറ്റുവേഷൻ കേട്ടോ. ഈ സൈഡ് ഫുള്ള് തുരുമ്പിട്ടേക്കാം. ഇത് അതേപോലെ തന്നെയാണ് ഈ സൈഡ്. അഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് മാറ്റി പുതിയത് വയ്ക്കാനേ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ സർവീസിൻ്റെ ഡീറ്റെയിൽസ് ആദ്യം പറയാം. സർവീസിന് വേണ്ടിയിട്ട് നമ്മൾ അതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം നമ്മൾ അയച്ചിട്ടുണ്ട്. ബ്രേക്ക് ലൈൻഡറൊക്കെ നമുക്ക് മാക്സിമം അതിൻ്റെ അഡ്ജസ്റ്റിങ്ങിലേക്ക് ആയിട്ടുണ്ട് കേട്ടോ. ഈ തവണ കൂടി നമുക്കൊന്ന് സെറ്റ് ചെയ്ത് നോക്കാം, പക്ഷേ കിട്ടുന്നു എന്നുള്ള നിസ്സാരം കൂടി ഉള്ളു തീരാനായിട്ട്. അപ്പോൾ സെറ്റ് ചെയ്ത് നോക്കി പറ്റില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മാറ്റി പുതിയതുണ്ടായിട്ട് വരും. അതേപോലെ വീലിൻ്റെ ഡാമ്പർ റബ്ബർ സെറ്റ് പൊട്ടി കിടക്കുന്നുണ്ട്, അത് നമുക്ക് മാറ്റിയിടണം കേട്ടോ. ബാക്ക് വീലിൻ്റെ ബെയറിങ് കുഴപ്പമൊന്നുമില്ല, ടയർ അത്യാവശ്യം ഉപയോഗിക്കാനൊക്കെ ഉണ്ട്. ചെയിൻ ലൂസ് ഉണ്ട്, അത് നമുക്ക് ടൈറ്റ് ചെയ്തിടാം കേട്ടോ. പിന്നെ അതേപോലെ തന്നെ എയർ ഫിൽറ്റർ നമ്മളൊന്ന് അഴിച്ച് ചെക്ക് ചെയ്യാനുണ്ട്. കമ്പനി ഫിൽറ്റർ കിടക്കണേ, പുതിയ ഫിൽറ്ററാണ്, വലിയ പഴക്കമായിട്ടില്ല. അപ്പോൾ തുടച്ച് ക്ലീനാക്കി റീസെറ്റ് ചെയ്താൽ മതി. ബാറ്ററി നമ്മൾ നോക്കുമ്പോൾ ഇതിപ്പോൾ ഇരിക്കുന്ന ബാറ്ററി 2024 ബാറ്ററിയാണ്, ആമറോണിൻ്റെ ബാറ്ററി. വാറണ്ടി പീരീഡിലുള്ള ബാറ്ററിയാണ് കേട്ടോ. ഞാൻ അതിൻ്റെ വോൾട്ടൊക്കെ നോക്കി 13.27 റേഞ്ചിൽ വോൾട്ട് കാണിക്കുന്നുണ്ട്. 9.30 ആ റേഞ്ചൊക്കെയാണ് അതിൻ്റെ വോൾട്ട്. വേറെ പ്രോബ്ലം ഒന്നുമില്ല, ലോഡ് കൊടുക്കുമ്പോഴായാലും തീരെ ലോ ആവണമൊന്നുമില്ല. പിന്നെ അതേപോലെ എഞ്ചിൻ ഓയിൽ മാറുന്നുണ്ട്. ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഡിസ്ക് ബ്രേക്കിൻ്റെ പ്രോബ്ലം കാണിക്കുന്നത്, ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് അതിൻ്റെ ഫ്രണ്ട് കാളിപ്പർ അസംബ്ലിയുടെ കംപ്ലയിൻ്റ് ആണ്. കാളിപ്പർ അസംബ്ലിയിൽ പിസ്റ്റൺ അതിൻ്റെ ഉള്ളിൽ ഫുള്ള് സ്റ്റക്കായി നിൽക്കുന്ന സിറ്റുവേഷനാണ് കേട്ടോ. മാസ്റ്റർ സബ് അസംബ്ലി നമ്മൾ ഇടയ്ക്ക് എപ്പോഴും മാറ്റിയിട്ടേക്കുന്നതാണ്. പക്ഷേ നമുക്കതൊന്ന് ക്ലീൻ ചെയ്തിടേണ്ടി വരും. അതേപോലെ അടിയിൽ വന്ന ഈ പിസ്റ്റർ യൂണിറ്റ് ഫുള്ളായിട്ട് അയച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് പിസ്റ്റർ സീലൊക്കെ മാറ്റിയിട്ട് വേണം റീസെറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് റിപ്പയർ ചെയ്തിട്ടാൽ മതി. നമുക്ക് പിസ്റ്റണും മാറ്റേണ്ടതാണെങ്കിൽ മാറ്റിയിടാം, കാരണം ഇത് നല്ല രീതിയിൽ ഇട്ടാകുന്നുണ്ടാവും. നമ്മൾ വണ്ടി ഓടി പോണ വഴിക്ക് തന്നെ നമുക്ക് സ്റ്റക്കായി നിൽക്കണ പോലെയാണ് നിൽക്കണം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അത് എന്തെങ്കിലും ചേഞ്ച് ചെയ്തിടണം. ബ്രേക്ക് പാഡ് സെറ്റ് കുറച്ചും കൂടി ഉപയോഗിക്കാനുണ്ട്, അപ്പോൾ നമുക്ക് കംപ്ലയിൻ്റ് ആയിട്ട് മാറ്റിയാൽ മതി. കുറച്ച് ലോഡായി കിടന്ന് ഓടി തേഞ്ഞാലാണ്, ക്ലീൻ ചെയ്തിടാം. നമുക്ക് കുറേ ഓടി കഴിഞ്ഞിട്ട് മാറ്റിയാൽ മതി. അതേപോലെ തന്നെ ഹെഡ്ലൈറ്റ് ബൾബിൻ്റെ ഒരു പോയിൻ്റ് പോയിട്ടുണ്ട്. പിന്നെ ഈ സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെ പ്ലഗ് നോക്കുമ്പോൾ പുതിയ പ്ലഗ്ഗാണ് നമുക്ക് കിടക്കണം കേട്ടോ. കാർബറേറ്റർ അസംബ്ലി നമ്മൾ ഫുള്ളായിട്ട് അയച്ചിട്ടുണ്ട്, ക്ലീൻ ചെയ്യാൻ വേണ്ടി അയച്ചതാണ്. പ്രത്യേകിച്ച് കംപ്ലയിൻ്റ് ഒന്നും കാണുന്നില്ല. ഈ സ്ലോ ജെറ്റ് ചെറിയൊരു ബ്ലോക്ക് ഉണ്ട്. അപ്പോൾ കാർബറേറ്റർ ക്ലീനർ ഉപയോഗിച്ച് നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്യാം. ഇതൊക്കെയാണ് മെയിനായിട്ട് നമുക്ക് ചെയ്യേണ്ടതെന്ന് വർക്ക്. പിന്നെ മിറർ പറഞ്ഞ് പിടിപ്പിക്കുന്ന ദിവസം പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെയാണ് ചെയ്തിട്ട് വർക്ക് കേട്ടോ. അപ്പോൾ നമുക്ക് ജനറൽ സർവീസിന് പുറമെ വന്ന വർക്കാണ് ഈ കാർബറേറ്റർ ക്ലീനിങ്ങും ഡിസ്ക് ബ്രേക്ക് റീസെറ്റിങ്ങും ജനറൽ സർവീസിന് പുറമെ വന്ന കേസാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽ എസ്റ്റിമേറ്റ് നോക്കിയിട്ട് ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഇടാം. അതേപോലെ തന്നെ ഇൻഡിക്കേറ്ററും കൂടി അതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട് എസ്റ്റിമേറ്റിനകത്ത്, കാരണം അത് ആ ഇലക്ട്രിക്കൽ ഫംഗ്ഷനും കറക്റ്റ് അല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള എസ്റ്റിമേറ്റ് വാട്സാപ്പിലേക്ക് ഇടാം. വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടേക്കാം. അതനുസരിച്ച് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ.